അത് നോക്കൂ, ദൃശ്യങ്ങളിൽ ആന പ്ലാന്റേഷൻ കോർപ്പറേഷൻ 2 ആനകളുണ്ട്. പ്ലാന്റേഷൻ കോർപ്പറേഷനകത്ത് കൂടി ആന നടന്നു വരുന്നതാണ്. മുന്നിൽ വരുന്നതാണ് മസ്തകത്തിൽ പരിക്കേറ്റ ആന എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നത്, ശ്രീജ, എനിക്ക് തോന്നുന്നു കാണാൻ കഴിയുമെന്ന് തോന്നുന്നു, 2 ആനകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളായി നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യുന്നത്. മുന്നിൽ വരുന്നതാണ് ആ മസ്തകത്തിൽ പരിക്കേറ്റ ആന. കാരണം അത് തന്നെയാണ് ചെളിവാരി അത് എറിയുകയും ചെയ്യുന്നത്. ഏതായാലും ആന നമുക്ക് മുന്നിലേക്ക് എത്തുന്നു. വാച്ചർമാർ, ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് കൂടുതൽ പേര് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. 2 ആനകൾ ഇവിടേക്ക് വരുന്നു. വളരെ ആർദ്രമായ സ്നേഹം. നമ്മൾ ഒരിക്കലും ഈ ഒരു ദൃശ്യത്തിന് ഒരിക്കലും നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഉറപ്പിച്ച് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം മയക്കത്തിലേക്ക് ആണ്ട് പോകുന്ന ആ കൊമ്പനെ അതിനെ ആശ്വസിപ്പിച്ച്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ആശ്വസിപ്പിച്ച് അത് ഉറക്കത്തിലേക്ക് പോകാതെ അതിനെ ഉണർത്തി നിർത്തിക്കൊണ്ട് അത്രമേൽ ആർദ്രമായി ചേർത്ത് പിടിച്ചുകൊണ്ട്, തുമ്പിക്കൈ കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ ഒരുപക്ഷെ ഒരു ആശ്വാസമൊക്കെ ആയിരിക്കാം, ആ രീതിയിലേക്ക് ചേർത്ത് നിർത്തുന്നു. നമുക്കിങ്ങനെ പറയാം, ഇവർ പരിചിതരാണ്. കാരണം ഇവിടെ ഈ എണ്ണപ്പനത്തോട്ടത്തിൽ സ്ഥിരം സഞ്ചരിക്കുന്നവരാണ്. അതിലൊന്ന് ഇപ്പോൾ ഒരു സാഹചര്യങ്ങൾ മോശമാകുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ ആന അവിടേക്ക് വീണിരിക്കുന്നു എന്നതാണ്. ആ മസ്തകത്തിൽ മുറിവേറ്റ ആന ഇപ്പോൾ താഴേക്ക് വീണിരിക്കുന്നു എന്നതാണ്. ഇപ്പോൾ മറ്റ് ആനയെ ഓടിക്കാനായിട്ട് വനം വകുപ്പ് വെടിയുതിർക്കുന്നുണ്ട്. ആനയെ ഓടിക്കുന്നതിന് വേണ്ടി വനം വകുപ്പ് വെടിയുതിർക്കുന്നു. ആളുകളോട് മാറി നിൽക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശബ്ദമുണ്ടാക്കി മറ്റ് ആനയെ ഏഴാറ്റുമുഖം ഗണപതിയെ ഇവിടെ നിന്ന് ഓടിക്കുന്നു എന്നതാണ്. ഈ ശബ്ദം കേൾക്കാം. ചുറ്റുപാട് നിന്ന് അതിനെ വെടിയുതിർക്കുന്നു. അത് റബ്ബർ ബുള്ളറ്റ്, അത് ശബ്ദമുള്ള റബ്ബർ ബുള്ളറ്റ് അത് ഉപയോഗിച്ചുകൊണ്ട് വെടിയുതിർക്കുകയും മറ്റ് ആനയെ അത് അവിടെ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തിരിക്കുന്നു. ഏഴാറ്റുമുഖം ഗണപതി അവിടെ നിന്ന് മാറിയിരിക്കുന്നു. മറ്റ് ആന അതിൻ്റെ അടുത്തേക്ക് ഇപ്പോൾ ഡോക്ടർമാരുടെയും വനപാലകരുടെയും സംഘം അവിടേക്ക് ഇരച്ചെത്തിയിരിക്കുന്നു. ഇനിയുള്ള നിമിഷങ്ങൾ നിർണായകമാണ്. കാരണം മറ്റ് ആന നോക്കുക, ഏഴാറ്റുമുഖം ഗണപതി കാട്ടിലേക്ക് പിൻവാങ്ങുകയാണ്. അത് ഇതിൽ തൻ്റെ സുഹൃത്ത് അവിടെ വീണിരിക്കുന്നു. സമാശ്വാസങ്ങൾ ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ നേരെ തിരിയുന്നത് ഈ ഭാഗത്തേക്കാണ്. ഇങ്ങോട്ട് ഇപ്പോൾ ആന ഏഴാറ്റുമുഖം ഗണപതി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാട്ടിലേക്ക് അതിനെ ഓടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെയും അടുത്തേക്ക് ആനയ്ക്ക് മറ്റ് ആനയുടെ അടുത്തേക്ക് വനംപാലകരടക്കം ഇവിടെയുണ്ട്. അവര് അവിടേക്ക് എത്തിയിരിക്കുന്നു. ആന വീണിരിക്കുന്നു എന്നാണ്. നേരത്തെ തന്നെയും ഈ മയക്കുവെടി സംബന്ധമായ കാര്യങ്ങളിൽ കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു ആശങ്കകളടക്കം നിലനിന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു എന്നതാണ്. അതിൽ ഇപ്പോൾ മറ്റ് ആന ഏഴാറ്റുമുഖം ഗണപതി അപ്പുറത്തെ ഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു, മറുഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ്. അവിടെയും വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ജാഗ്രത പുലർത്തുന്നുണ്ട്.